അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മനോഹരമായ പ്രകൃതി ഭംഗി കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട അതിശയിപ്പിക്കുന്ന കശ്മീരിൻ്റെ താഴ്വര ഇന്ന് മനുഷ്യരക്തത്താൽ ഒഴുക്കപ്പെട്ടിരിക്കുന്ന, അതല്ലെങ്കിൽ മനുഷ്യരക്തം ഒഴുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. പഹൽഗാം ഭീകരാക്രമണം. ചേതനയറ്റ ഭർത്താവിൻ്റെ ശരീരത്തിൻ്റെ അരികിൽ മൗനമായി ഹൃദയം പൊട്ടിയിരുന്ന് വേദനയോടുകൂടെ ഇരിക്കുന്ന ഒരു സഹോദരിയുടെ ചിത്രം മറ്റൊരിക്കൽ കൂടി നമുക്ക് കാണാൻ കഴിയാത്ത അത്രയും വേദനാജനകമാണ്. ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും ഹൃദയം അവരോടൊപ്പമാണ്. അവരെ നമുക്കറിയില്ല എങ്കിലും അവിടെ വേദനിച്ച, അവിടെ കൊല്ലപ്പെട്ട, അതല്ലെങ്കിൽ അവിടെ ആക്രമിക്കപ്പെട്ട മനുഷ്യരോടൊപ്പമാണ് ലോകം മുഴുവനും. അതിൽ യാതൊരു സംശയവുമില്ല. സഹോദരങ്ങളെ, ഈ ഒരു ഭീകരാക്രമണം നമ്മളെടുത്ത് പരിശോധിച്ചാൽ ഏതൊരാൾക്കും പ്രഥമ ദൃഷ്ട്യാ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഇത് കൃത്യമായ ഒരു അജണ്ടയ്ക്ക് വേണ്ടി വളരെ പ്ലാനിങ്ങോടുകൂടെ ചെയ്ത ഒരു പ്രവൃത്തിയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഈ ഭീകരർ ചെയ്തതെന്താണ്? മതം ചോദിച്ചുകൊണ്ട് വെടിവെച്ചു കൊന്നു എന്നതാണ്. എന്താണ് അത് നമുക്ക് നൽകുന്ന മെസ്സേജ്? അതല്ലെങ്കിൽ അതിലൂടെ ലോകം മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഹിന്ദുക്കളെ മുഴുവനും തിരഞ്ഞു പിടിച്ചു കൊല്ലുകയാണ് മുസ്ലിമീങ്ങൾ എന്ന ഒരു പൊതുബോധം സൃഷ്ടിക്കുവാനും, അങ്ങനെ മുസ്ലിമീങ്ങളെയും ഹിന്ദുക്കളെയും ഒക്കെ തമ്മിൽ തല്ലാനും, മുസ്ലിങ്ങളുടെ പരിപാടി എന്ന് പറയുന്നത് ഹിന്ദുക്കളെ കൊല്ലുക, അതല്ലെങ്കിൽ അവരെ തെരഞ്ഞു പിടിച്ചു കൊല്ലുക എന്ന ഒരു ബോധം, അങ്ങനെ ഒരു വിഭാഗത്തിന് ഒരു അന്യതാബോധം സൃഷ്ടിക്കുകയും ഒരു മതസ്പർദ്ധ സൃഷ്ടിച്ചുകൊണ്ട് അതിലൂടെ പല കാര്യങ്ങളും നേടിയെടുക്കാൻ, മുതലെടുക്കാനുള്ള ഒരു കൃത്യമായ അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഭീകരർ ഇതുപോലെയുള്ള ഒരു ഭീകരാക്രമണം പ്ലാൻ ചെയ്തത് എന്നത് ഇതിൻ്റെ ഈ രൂപത്തിൽ മനസ്സിലാക്കിയാൽ തന്നെ പ്രഥമ ദൃഷ്ടിയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അതെ, തീർച്ചയായിട്ടും. വളരെ ഈ വിഷയം കേട്ട മാത്രയിൽ തന്നെ ബുദ്ധിപരമായിട്ട് ചിന്തിക്കുന്ന ഏതൊരാൾക്കും കണ്ടെത്താൻ സാധിക്കും, ഇന്ത്യ രാജ്യത്തിന്റെ അകത്തുള്ള ഹിന്ദു മുസ്ലിം മൈത്രി അത് തകർക്കുക എന്നുള്ളതാണ് ഈ ഒരു വിഷയത്തിൽ ഏറ്റവും വലിയ ഒരു അജണ്ടയായി കാണുന്നത്. എന്നാൽ ഇങ്ങനെ ഒരു അജണ്ട അതിനുവേണ്ടി കാലങ്ങളോളം ചിലപ്പോൾ പണിയെടുത്തിട്ടുണ്ടാകാം. അതെല്ലാം തകർന്നു പോകുന്നതാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ രാജ്യത്തിന്റെ അകത്തു നിന്നുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ തന്നെ നമ്മൾ പരിശോധിച്ചാൽ, അതായത് ഭീകരരുടെ ആ ലക്ഷ്യം സത്യത്തിൽ പരാജയപ്പെട്ടിരിക്കുന്നു. കാരണം പക്ഷെ പലപ്പോഴും ഈ ഭീകരർ അവര് സത്യത്തിൽ ഈ വികാരത്തിന്റെ പുറത്താണ് ഇത്തരം പ്രവൃത്തികളെല്ലാം. അതെ, വികാരത്തിന്റെ പുറത്ത് ചെയ്യുമ്പോൾ അവിടെ വിവേകം നഷ്ടപ്പെടും. വിവേകത്തോടു കൂടി ഒരു കാര്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായിക്കൊണ്ടും എന്താണോ ലക്ഷ്യം വെക്കുന്നത് അത് നേടിയെടുക്കാൻ സാധിക്കും. ഇവിടെ ലക്ഷ്യം വെക്കുന്നത് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ അവിടെ തല്ലുകൂടിപ്പിക്കുക, ഒരു മതവിദ്വേഷം വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. എന്നാൽ തങ്ങളുടെ സഹോദര മതത്തിൽപ്പെട്ട ആളുകളെ കൺമുമ്പിലിട്ട് കൊല്ലുന്നത് കാണുമ്പോൾ ആദ്യമായിട്ട് ഇന്ത്യക്കാരനായ ഒരു വ്യക്തി വന്നുകൊണ്ട് അത് തടയുന്നത് അത് ആദിൽ ഹുസൈൻ ഷായാണ്. ആദിൽ ഹുസൈൻ ഷാ അവിടെ മരണപ്പെടുന്നു. ഈ എന്തിനു വേണ്ടി? ഇവരുടെ ജീവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്. അവിടെ പൊളിഞ്ഞു പോകുന്നത് ഹിന്ദു മുസ്ലിം ആ ഒരു ബന്ധത്തെ തകർക്കലാണോ യഥാർത്ഥത്തിൽ അവരുടെ അജണ്ടയായിട്ട് വരുന്ന ഒരു സംഗതിയെ പൊളിഞ്ഞു പോകുന്നത് നമ്മൾ കാണുന്നത്. എന്നാൽ അവിടെ ഹിന്ദു മുസ്ലിം മൈത്രി അവിടെ കൂടുതൽ ശക്തിപ്പെടുകയാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇത് അവരുടെ അജണ്ടയെ തകർച്ചു കളഞ്ഞു എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കേണ്ടി വരും. ഇവിടെയാണ് ഒരു പ്രധാന. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുന്ന പല ആളുകളും ഇത് സത്യത്തിൽ ഇന്ത്യ രാജ്യത്തിനേറ്റ കടുത്ത ഒരു പ്രഹരം, അതല്ലെങ്കിൽ ഇന്ത്യൻ ജനത ഒന്നിച്ച് നേരിടേണ്ട ഒരു ഭീകരാക്രമണമാണ്. ഇതിൽ ശരിക്കും ഇന്ത്യ രാജ്യത്തെ മതപരമായി ഡിവൈഡ് ചെയ്യാതെ എല്ലാവരും ഒന്നിച്ച് ഇതിനെ നേരിടുകയും മാത്രമല്ല ഭരണകൂടം എന്നുള്ള നിലക്ക് നമ്മുടെ ഭരണകൂടത്തിന്, ഇന്ത്യ രാജ്യത്തിന് ഇതിനെ നേരിടാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും സാഹചര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഒന്നിച്ച് അതിനെ നേരിടേണ്ടതിന് പകരം പലപ്പോഴും ഇതിനെ മറയാക്കി പല ആളുകളും സോഷ്യൽ മീഡിയയിലൂടെയും അതേപോലെ മറ്റു മാധ്യമങ്ങളിലൂടെയും ഒക്കെ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അതെ, രണ്ട് രൂപത്തിലുള്ള ആളുകളെ കാണാൻ സാധിക്കും. നേരത്തെ പറഞ്ഞത് തന്നെ വീണ്ടും ആവർത്തിക്കുകയാണ്. ഒന്ന് വിവേകമുള്ള ആളുകളും ഒന്ന് വികാരമുള്ള ആളുകളും. തീർച്ചയായും വികാരമുള്ള ആളുകളെയാണ് ഇത്തരം പ്രചരണങ്ങളിലൂടെ വേഗം അടിമപ്പെടുത്തിക്കൊണ്ട് അവരുടെ ഉദ്ദേശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പ വഴിയായിട്ട് ഇവരിലൂടെ അത് നേടിയെടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പൊ നോക്കൂ, മേജർ രവിയെ പോലെയുള്ള ആളുകൾ പ്രതികരിച്ചു കഴിഞ്ഞു ഈ വിഷയത്തിൽ. ഇത് ഹിന്ദു മുസ്ലിമുകളെ തമ്മിൽ അവിടെ വലിയ രൂപത്തിലുള്ള ഒരു പോരാട്ടത്തിന് തയ്യാറാക്കാനെന്നുള്ള അർത്ഥത്തിൽ, അതായത് മതവിദ്വേഷം വളർത്താനുള്ള അർത്ഥത്തിൽ അദ്ദേഹം പ്രതികരിച്ചു. ഈ സംഗതി അതാണ് നമുക്ക് നൽകുന്ന സന്ദേശം. പക്ഷെ ഇവിടെ ഒരു കാര്യം ചിന്തിക്കേണ്ട വളരെ പ്രസക്തമായിട്ട് ഒരു വിഷയം, വളരെയധികം സെക്യൂരിറ്റി ഉള്ള ഒരു സ്ഥലമാണ് യഥാർത്ഥത്തിൽ ഈ ഒരു അപകടം നടന്ന പഹൽഗാം എന്ന് പറയുന്ന പ്രദേശം. അങ്ങനെ അത്രമാത്രം ഒരു സുരക്ഷയുള്ള ഒരു സ്ഥലത്ത്
ഇങ്ങനെ ഒരു ആക്രമണം നടക്കുക എന്ന് പറയുമ്പോൾ വലിയ ഒരു സുരക്ഷാ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ഇതൊരു രാജ്യം, നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ രാജ്യത്തെക്കുറിച്ച് മോശമാക്കി പറയാൻ വേണ്ടിയല്ല പറയുന്നത്. നേരെ മറിച്ച് ഈ ഒരു സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംസാരം നമ്മൾ ഈ ചർച്ചയിലേക്ക് കടക്കുമ്പോൾ കഴിഞ്ഞ 2000 മുതലുള്ള ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ അവിടെ നടന്ന ഓരോ ആക്രമണങ്ങളും, ഭീകരാക്രമണങ്ങൾ 22,000-ന് മുകളിലുള്ള ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഘട്ടത്തിൽ ഒരു പ്രീ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റിപ്പോർട്ടിലൊക്കെ വലിയൊരു സുരക്ഷാ വീഴ്ച നടക്കുന്നുണ്ട് എന്നുള്ളത് പല കോണുകളിലൂടെയും ആരോപണം നേരിട്ടിട്ടുള്ള ഒരു അവസ്ഥയുണ്ട് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം. ഇതിനെ ശരിക്ക് വളരെ ക്രിയാത്മകമായിട്ട് സമീപിക്കാൻ പലപ്പോഴും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഖേദകരമായിട്ടുള്ളൊരു വിഷയം. എന്തുകൊണ്ടെന്നാൽ നേരത്തെ പറഞ്ഞ അജണ്ടയുടെ ഭാഗമായിക്കൊണ്ട് ഇത് ഏതെങ്കിലും ഒരു മതത്തിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു മതത്തിൽപ്പെട്ട ആളുകളാണ് പൂർണ്ണമായിട്ടും ഭീകരവാദികളായിട്ടുള്ള ആളുകൾ എന്ന് ചിത്രീകരിക്കാൻ വേണ്ടി ഇത്തരം വിഷയങ്ങളെ അവർ കൊണ്ടുവരികയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ പരിശോധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലത്ത് തന്നെ ഇങ്ങനെ ഒരു ആക്രമണം നടത്തണമെങ്കിൽ തീർച്ചയായിട്ടും അകത്തു നിന്നുള്ള എന്തെങ്കിലും ഒരു സഹായം അവർക്ക് ലഭിച്ചിട്ടുണ്ടാകണം. അകത്തു നിന്ന് ഇങ്ങനെ എല്ലാ ഇൻഫർമേഷനും കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നമ്മുടെ ഒരു വളരെ വ്യവസ്ഥാപിതമായി കൊണ്ടുപോകുന്ന ഒരു രാജ്യത്തിന്റെ അകത്ത് നിന്ന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോർത്തി കൊടുക്കുന്ന ആളുകൾ, അത് സാധാരണക്കാരായ ആളുകളാകട്ടെ, ഇനി അതല്ല നമ്മുടെ രാജ്യത്തിനകത്ത് ജോലി ചെയ്യുന്ന ആളുകളാകട്ടെ, അവരെ കണ്ടുപിടിച്ച ഒരു ലിസ്റ്റ് തന്നെ നമ്മുടെ കൈകളിലുണ്ട്. പത്രമാധ്യമങ്ങളിലൊക്കെ നമ്മൾ വായിച്ചിട്ടുള്ളതാണ് പലപ്പോഴായിട്ട്. ഇവർ ഇന്ന ആളുകൾ പിടിക്കപ്പെട്ടു, ഇന്ന ആളുകളുടെ മേൽ ആരോപണം വന്നത് ചോദ്യം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ലിസ്റ്റുകൾ പരിശോധിച്ചാൽ അതിലുള്ള സിംഹഭാഗവും ഭൂരിപക്ഷം ആളുകളും ഇവർ ഒരു പ്രതിയാക്കി നിർത്തുന്ന പട്ടികയിലുള്ള മതവിഭാഗക്കാരല്ല എന്നുള്ളതാണ്. നേരെ മറിച്ച് അത് മുസ്ലിങ്ങളല്ലാത്ത മതവിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. പക്ഷേ അന്വേഷണങ്ങൾ വരുമ്പോൾ ഭീകരവാദികൾ എന്നുള്ള രൂപത്തിൽ ഒരു പ്രത്യേക മതത്തെ ചൂണ്ടിക്കാണിച്ച് അവരിലേക്ക് വിരൽ ചൂണ്ടുന്ന രൂപത്തിലാണ് അന്വേഷണങ്ങൾ പോകുന്നത്. എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതിനു മുമ്പ് നടന്ന പ്രതിരോധ നടപടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാജ്യം നേടിയെടുത്ത എല്ലാ തെളിവുകളും ശേഖരിച്ച് എല്ലാ വിഭാഗങ്ങളിലേക്കും ഇത് ആഴ്ന്നിറങ്ങിക്കൊണ്ടുള്ള അന്വേഷണം നടത്തി കുറ്റവാളികളായിട്ടുള്ള ആളുകളെ വളരെ മാതൃകാപരമായ രൂപത്തിൽ ശിക്ഷിച്ചു കഴിഞ്ഞാലാണ് ഇതിനൊരു അറുതി വരുത്താൻ സാധിക്കുകയുള്ളൂ. ഇതൊരു മതത്തിന്റെ ഭാഗമായിട്ടൊരു കളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പൊളിറ്റിക്കൽ ടൂളായിട്ട് ഇതിന് ഉപയോഗിക്കരുത് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇത് യഥാർത്ഥത്തിൽ ഇവിടെ നൽകിയ സന്ദേശം അതാണ്. മുസ്ലിംകളായിട്ടുള്ള ആളുകൾ രാജ്യത്തെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതും അതിനുവേണ്ടി പ്രതിരോധത്തിന്റെ ഭാഗമായി മുമ്പിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളതും ഖുർആൻ നൽകുന്ന വിശ്വാസമാണ്. ഇവിടെ ശരിക്ക് ഭീകരവാദികൾ ഉദ്ദേശിച്ച അവരുടെ ലക്ഷ്യവും പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, ഈ ഒരു ഭീകരാക്രമണത്തെ മറയാക്കിക്കൊണ്ട് ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും ഒക്കെ അധിക്ഷേപിക്കുകയും വെറുപ്പുൽപ്പാദിപ്പിക്കുകയും സമൂഹ മാധ്യമങ്ങളിലൂടെ വെറുപ്പ് തുപ്പുകയും ചെയ്യുന്ന ആളുകൾക്കൊക്കെ ശരിക്ക് കടുത്ത പ്രഹരമാണ് ശരിക്ക് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വലിയൊരു മെസ്സേജ് ഉണ്ട്. ഒന്നാമത്തെ സംഗതി എന്താണെന്ന് വെച്ചാൽ, നിറത്തോക്കുമായിട്ട് വെടി ഉതിർക്കാൻ വേണ്ടി നിൽക്കുന്ന ഭീകരന്റെ കൈ പിടിക്കുന്നതാണ് ഹാദിൽ ഹുസൈൻ ഷെയ്ഖ്. നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം മാത്രമല്ല, അവിടെ ഈ ഒരു ഭീകരാക്രമണം ഉണ്ടാകുമ്പോൾ അതിലകപ്പെട്ട് തങ്ങളുടെ ഡോക്യുമെന്റ്സ്, ജീവിതത്തിൽ അത്യാവശ്യമായി അവർക്ക് ആവശ്യമായി വരുന്ന പല സംഗതികളും നഷ്ടപ്പെട്ട് ആകെ പരിഭ്രാന്തിയിലായ പല ആളുകൾക്കും അവരുടെ നഷ്ടപ്പെട്ട സാധനങ്ങൾ തിരിച്ചു കൊണ്ടുവന്ന് കൊടുക്കുന്നത് ആരാണ്? അതെ, ആ നാട്ടിലെ കശ്മീരിലെ ലോക്കൽസ് ആണ്. അവര് മീഡിയക്ക് മുമ്പിൽ വന്ന് പറയണെന്ത് ഞങ്ങൾക്ക് ഇതെല്ലാം തിരിച്ചു കൊണ്ടുവന്നത് നമസ്കരിക്കുന്ന ഈ മുസ്ലിമീങ്ങളാണ് എന്നാണ് അവരെന്ത് ചെയ്യുന്നത്, അവര് പറയുന്നത്. അപ്പൊ ഇതൊക്കെ ഈ നിലക്കുള്ള ആരോപണങ്ങളുടെ മുനയൊടിച്ച് കളയുന്നതാണ്. ഈ മുസ്ലിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഈ സാധനം തിരിച്ചു പിടിച്ചു കൊടുക്കേണ്ടത് ആവശ്യമുണ്ടോ? നിറത്തോക്കുമായി തന്റെ സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകളെ വെടിവെക്കാൻ വേണ്ടി നിൽക്കുന്ന ഭീകരന്റെ കൈ പിടിക്കുന്നത് ആരാണ്? മുസ്ലിമാണ്. അയാൾക്ക് അത് പിടിക്കേണ്ട ആവശ്യമുണ്ടോ? മരിച്ചു. എന്നിട്ട് അതിനു വേണ്ടി അയാൾ എന്ത് ചെയ്യണം? മരിച്ചു വീഴും. മാത്രമല്ല, ഈ ഭീകരരുടെ കശ്മീരിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ തന്നെ അവിടെ ഏറ്റവും കൂടുതൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് ശരിക്കും മുസ്ലിമീങ്ങളായ അവിടുത്തെ ലോക്കൽസാണ്. ആരുടെ? ഈ ഭീകരരുടെ കരങ്ങളാൽ. അപ്പൊ ഇതൊന്നും സത്യത്തിൽ ഇസ്ലാമുമായോ മുസ്ലിമീങ്ങളുമായോ യാതൊരു ബന്ധവുമില്ല എന്ന് മാത്രമല്ല, മുസ്ലിമീങ്ങളെയും ഇസ്ലാമിനെയും ഒക്കെ അന്യവൽക്കരിക്കുന്നതിനും അപരവൽക്കരിക്കുന്നതിനും വേണ്ടി ഗൂഢമായ പ്ലാനിങ്ങോടുകൂടെ ചെയ്യുന്ന ഒരു കാര്യമാണ്. എങ്ങനെ ഈ ചെറുത്തുനിൽപ്പ് നടത്തുന്നു മുസ്ലിങ്ങൾ എന്നുള്ളത് യഥാർത്ഥത്തിൽ ഇതൊരു വിശ്വാസത്തിന്റെ ഭാഗം കൂടിയാണ് എന്നതാണ്. തീർച്ചയായും. സത്യത്തിൽ ഈ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾക്കറിയോ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ രാജ്യത്തോട് അയാൾക്ക് എന്ത് സ്നേഹമാണുള്ളത് എന്ന്. സ്വന്തം ശരീരത്തെ ഓരോ മനുഷ്യനും എത്രത്തോളം സ്നേഹിക്കുന്നു.
നമ്മുടെ സ്വന്തം ശരീരം പ്രൊട്ടക്റ്റ് ചെയ്യാനും അതിൻ്റെ ആരോഗ്യം നിലനിർത്താനും ആ ശരീരത്തിനും ഭംഗിയും അതിലെന്തെങ്കിലും ഒരു അപകടമോ പ്രയാസമോ വരാതിരിക്കാൻ വേണ്ടി എത്രത്തോളം നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുവോ അത്രത്തോളം സ്വന്തം രാജ്യത്തെ ഇഷ്ടപ്പെടുകയും ആ രാജ്യത്തോട് കൂറ് കാണിക്കുകയും ചെയ്യുന്നവനാണ് മുസ്ലിം. അതെ അല്ലേ? ശരിക്കും അത് മനുഷ്യന്റെ ഒരു പ്രകൃതിയുടെ ഭാഗമാണ്. വിശുദ്ധ ഖുർആൻ ഈ വിഷയത്തിൽ പറഞ്ഞത് വളരെ പ്രസക്തമാണ്. വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായം സൂറത്തു നിസായിലെ 66-ാമത്തെ വചനം വളരെ പ്രസക്തമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല പറയാണ്, വലൗ അന്ന കതബന അലൈഹിം അനിഖ്തുലു അൻഫുസകും അവ യഖ്റുജു മിൻ ദിയാരിക്കും മാ ഫഅലൂഹു ഇല്ലാ ഖലീലും മിൻഹും. നാം അവരുടെ മേൽ നിയമമാക്കിയിരുന്നുവെങ്കിൽ എന്ത്? അനിഖ്തുലു അൻഫുസകും, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശരീരങ്ങളെ തന്നെ പീഡിപ്പിക്കുകയും കൊല ചെയ്യുകയും ചെയ്യുക എന്ന നിയമം നാം അവരുടെ മേൽ നിയമമാക്കിയിരുന്നുവെങ്കിൽ അവ യഖ്റുജു മിൻ ദിയാരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ കളിച്ച് ജീവിച്ച് വളർന്നുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ സ്വഭവനങ്ങളിൽ നിന്ന് നിങ്ങൾ പുറത്തു പോകുവിൻ എന്ന ഒരു കൽപ്പന നൽകിയിരുന്നുവെങ്കിൽ മാ ഫഅലൂഹു, അവർക്കത് ചെയ്യാൻ ഒരിക്കലും സാധ്യമായിരുന്നില്ല. ഇല്ലാ ഖലീലും മിൻഹും, അവരിൽ വളരെ വിരളം റയറായ കുറച്ച് ആളുകൾക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ. എന്തുമാത്രം കൃത്യമായൊരു പ്രയോഗമാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ നടത്തുന്നത്. സ്വന്തം ശരീരത്തെ ആരെങ്കിലും പീഡിപ്പിക്കോ? സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ആർക്കെങ്കിലും കഴിയോ? ഇത് രണ്ടും മനുഷ്യന്റെ പ്രകൃതിപരമായ രണ്ട് കാര്യങ്ങളാണ്. ഇതുപോലെയാണ് സ്വന്തം ശരീരം പോലെയാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം രാജ്യം. ആ സ്വന്തം രാജ്യത്തെ നേരിടാനും സ്വന്തം രാജ്യം ആക്രമിക്കാനും ഒക്കെ മറ്റുള്ള ആരെങ്കിലുമൊക്കെ മുതിരുമ്പോൾ അവരുടെ കൈ പിടിക്കാൻ ഏറ്റവും മുമ്പിൽ ഒരു മുസ്ലിം ഉണ്ടാകും എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഖുർആൻ വചനം. മാത്രമല്ല അതിന്റെ ജീവിച്ചിരിക്കുന്ന അതല്ലെങ്കിൽ നാം കണ്ട ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് സത്യത്തിൽ സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ എന്ന് പറയുന്ന ആ സഹോദരന്റെ ആ ഉദാഹരണം. ഭീകരന്റെ കൈക്ക് പിടിച്ച് ശരിക്കും അതിന് ഉന്നതമായ ഉദാഹരണം അയാൾ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുത്തു. അവിടെ യഥാർത്ഥത്തിൽ കൈ പിടിക്കുന്നത് സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ ആണ് എങ്കിൽ അദ്ദേഹത്തെ കൊലപ്പെടുത്തുകയാണ് അക്രമകാരികളായിട്ടുള്ള തെമ്മാടികളായിട്ടുള്ള ആ വർഗീയവാദികൾ ചെയ്തിട്ടുള്ളത്. ഇവിടെയാ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വിഷയം. അവിടെ ഒരു മുസ്ലിമിനെ കൊല്ലാൻ അവർ തയ്യാറായി എന്ന് പറയുമ്പോൾ മറ്റുള്ള ചുറ്റുഭാഗങ്ങളിലുള്ള ആളുകളെ മതം നോക്കി തെരഞ്ഞെടുപ്പ് നടത്തി ആ മുസ്ലിങ്ങളല്ലാത്ത ആളുകളെ മുഴുവൻ കൊല്ലാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ അതിന് തടയിടാൻ വേണ്ടി അതിനെ കൈപിടിച്ച് എതിർക്കാൻ വേണ്ടി രംഗത്തു വന്ന വ്യക്തി മുസ്ലിമാണ്. എന്നിട്ടും അവരെ കൊന്നിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കലാപത്തെ, ഈ ഒരു ആക്രമണത്തെ, ഈ ഒരു തെമ്മാടി വർഗത്തിന്റെ ചെയ്തികളെ അതിശക്തം എതിർക്കുന്ന ഞങ്ങളെയും അവർ കൊല്ലാൻ മടിക്കില്ല എന്നുള്ളതാണ് ഇവിടെ ഈ വിഷയത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ളത്.